രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം പീഡന പരാതിയിൽ DNA പരിശോധന നിർണായകമാകുമെങ്കിലും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കടുത്ത സാങ്കേതിക വെല്ലുവിളികൾ. രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ച നടപടി പൂർത്തിയായെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഭ്രൂണത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുക്കുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ അത്ര എളുപ്പമാകില്ല. ആദ്യമായിട്ടാണ് ഇത്തരമൊരു വിഷയം കേരള പോലീസിന് മുന്നിലെത്തുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ DNA കണ്ടെത്തണമെങ്കിൽ കേവലം രക്തം മാത്രം പോരാ, മറിച്ച് ശിശുവിന്റെ കലകൾ ശേഖരിച്ച് പരിശോധന നടത്തണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണയായി പ്രസവത്തിന് ശേഷം പിതൃനിർണയ പരിശോധന എളുപ്പമാണെങ്കിലും ഗർഭാവസ്ഥയിൽ ഇത് സങ്കീർണമാണ്. 11 ആഴ്ചയെങ്കിലും പ്രായമാകാതെ ഗർഭസ്ഥ ശിശുവിന്റെ കലകൾ ശേഖരിക്കാൻ കഴിയില്ല എന്നിരിക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ ഇത്തരം തെളിവുകൾ എത്രത്തോളം ലഭ്യമാണ് എന്നത് ചോദ്യചിഹ്നമാണ്. അന്ന് തന്നെ ഭ്രൂണം സൂക്ഷിച്ചുവെന്ന് യുവതി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. പലവിധ കാരണങ്ങളാൽ അമ്മയ്ക്കുണ്ടാകുന്ന അമിത രക്തസ്രാവത്തിലൂടെ പുറത്തുവരുന്ന രക്തം ഉപയോഗിച്ച് DNA പരിശോധന നടത്താനാവില്ലെന്ന് കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലെ ഫീറ്റൽ മെഡിസിൻ മേധാവി ഡോക്ടർ വിവേക് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. രക്തത്തിനൊപ്പം ഗർഭസ്ഥ ശിശുവോ അതിന്റെ ഭാഗങ്ങളോ പുറത്തെത്തുകയും അവ അതീവ ജാഗ്രതയോടെ സൂക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ പിന്നീട് പരിശോധന സാധ്യമാകൂ. കുഞ്ഞിന്റെ ശരീരഭാഗങ്ങൾ ഡീപ് ഫ്രീസറിൽ ശാസ്ത്രീയമായി സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ശേഖരിച്ച ഉടൻ തന്നെ DNA വേർതിരിച്ചെടുക്കുകയോ ചെയ്തിരിക്കണം. അശാസ്ത്രീയമായാണ് ഭ്രൂണം സൂക്ഷിച്ചതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അതിൽ നിന്ന് DNA കണ്ടെത്തുക അസാധ്യമാണ്. ഫോർമാലിൻ പോലെയുള്ള ലായനികളിൽ സൂക്ഷിക്കുന്നത് DNA ഘടനയെ ബാധിക്കുമെന്നതും അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ്. ചുരുക്കത്തിൽ, രാഹുലിന്റെ രക്തസാമ്പിൾ ലഭ്യമാണെങ്കിലും ഒത്തുനോക്കാൻ ആവശ്യമായ ഭ്രൂണത്തിന്റെ DNA ശാസ്ത്രീയമായി വേർതിരിച്ചെടുക്കുക എന്നത് ഈ കേസിൽ വലിയ പ്രതിസന്ധിയായി തുടരും. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തത്. പത്തനംതിട്ട കോടതിയിൽ നിന്ന് കേസ് സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ എത്താത്തതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റിയത്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയെങ്കിലും അതിൽ വാദം നടന്നില്ല. അതേസമയം മൂന്നാമത്തെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത്. മാവേലിക്കര സബ് ജയിലിൽ 26/2026 നമ്പർ തടവ് പുള്ളിയായിട്ടാണ് രാഹുലിനെ ജയിലിൽ അടച്ചത്. ജയിലിൽ പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ല. രാഹുൽ സാധാരണ ജയിൽ തടവുകാരനായിട്ടാണ് മാവേലിക്കരയിലെ സബ് ജയിലിൽ കഴിയുന്നത്. മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത്. സെല്ലിൽ പായയിലാണ് രാഹുലിന്റെ കിടപ്പ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി രാഹുലിനെ ഒറ്റയ്ക്കാണ് സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മാവേലിക്കര ജയിലിൽ എത്തിയ അടൂരിലെ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ കൂട്ടാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആരെയും കാണാൻ താൽപര്യം ഇല്ലെന്ന് രാഹുൽ ജയിൽ അധികൃതരെ അറിയിക്കുകയായിരുന്നു. മാവേലിക്കരയിലെ സ്പെഷ്യൽ സബ് ജയിലിലാണ് രാഹുൽ റിമാൻഡിൽ കഴിയുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.